ഹലോ എവ്രിവൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ ഫസ്റ്റ് സ്റ്റേജ് പ്രിലിംസ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലുള്ള ഒരു 60 GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മുടെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ടർ സ്പോട്ട് എന്ന കടൽ ചുഴലിക്കാറ്റ് പ്രതിഭാസം അടുത്തിടെ ഉണ്ടായത് എവിടെയാണ്? വാട്ടർ സ്പോട്ട് എന്ന് പറയുന്ന കടൽ ചുഴലിക്കാറ്റ് പ്രതിഭാസം. ഓപ്ഷൻസ് കറക്റ്റായിട്ട് നോക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ എ, വിഴിഞ്ഞം കടൽ. അപ്പോൾ വിഴിഞ്ഞത്താണ് എന്ത് ചെയ്തത്? വാട്ടർ സ്പോട്ട് എന്ന് പറയുന്ന ഒരു കടൽ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുറിച്യ കലാപത്തെ പറ്റി ശരിയായ പ്രസ്താവനകൾ ഏവ? കുറിച്യ കലാപത്തെ പറ്റിയിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് ചോദ്യം. കറക്റ്റായിട്ട് പ്രസ്താവനകൾ വായിച്ചു നോക്കുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പം എന്തൊക്കെയാണ്? കലാപത്തിന്റെ ഒരു കാരണം നികുതി പണമായി അടയ്ക്കുവാൻ നിർബന്ധിച്ചതാണ്, ശരിയാണ്. രാമനമ്പിയുടെ നേതൃത്വത്തിലാണ് കലാപം നടന്നത്, അതും ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് തെറ്റ്? 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. ഇത് കുറിച്ച് കലാപത്തെ പറ്റി പറഞ്ഞത് തന്നെയാണ്. പക്ഷേ പറഞ്ഞത് തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ ആയിട്ടുള്ള TH ബേബർ ആണ് കേട്ടോ. കനോലി അല്ല ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയത്. കറക്റ്റായിട്ട് തന്നെ ഓരോ പോയിന്റുകളും മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ അമേരിക്കക്കാരൻ ആരാണ്? അപ്പോൾ ഫിസിക്സിൽ നോബൽ സമ്മാനം നേടിയ അമേരിക്കൻ ആരെന്നാണ് ചോദ്യം. കറക്റ്റായിട്ട് ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ജോൺ ഹോഫീൽഡ് കേട്ടോ. അപ്പോൾ ജോൺ ഹോഫീൽഡ് ആണ് USA കാരൻ എന്ന് പറയുന്നത്. ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ജെയിംസ് A. റോബിൻസൺ, സൈമൺ ജോൺസൺ, അതുപോലെ ജെഫ്രി ഹിൻറ്റൺ ആണ്. ജെയിംസും സൈമണും ഏതാണ്? എക്കണോമിക്സിൽ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തികളാണ്. ഫിസിക്സിലല്ല, എക്കണോമിക്സിൽ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ്. ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടിയത് ജോൺ ഹോഫീൽഡിനും അതുപോലെ തന്നെ ജെഫ്രി ഹിൻറ്റനുമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നൊബേൽ പഠിച്ചു വെച്ചിരിക്കുക. നൊബേലിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് കാണും. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 3, 4. അപ്പം കൊച്ചി സംയോജനം എന്നാണ് നടന്നത് 1949 തന്നെയാണ്. ഒന്നാം പഴശ്ശി കലാപം 1793 നടക്കുന്നത്. പണ്ടാരപ്പാട്ട വിളംബരം 1865. എല്ലാം ശരിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് എന്നാണ്? 1919 കേട്ടോ. 13 13 തന്നിരിക്കുന്നത്. 19 നടക്കുന്നത്. അതാണ് ഇവിടെ തെറ്റിപ്പോയത്. കറക്റ്റായിട്ട് വർഷങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വർഷത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്നായാലും PSCക്ക് കാണും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ആസിയാൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആസിയാനുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ വായിച്ചു നോക്കുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 എല്ലാം ശരിയാണ് കേട്ടോ. 1976 ആദ്യ ആസിയാൻ ഉച്ചകോടി നടന്നത്, ശരിയാണ്. അതുപോലെ കണക്ടിവിറ്റിയും പുനരുജ്ജീവനവും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു 2024 പ്രമേയം എന്ന് പറയുന്നത്. ഇനി ആസിയാന്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ആസിയാന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ആസിയാൻ എന്നാണ് രൂപം കൊണ്ടത്? 1967 രൂപം കൊള്ളുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. 6th ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെയും ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. നമ്മുടെ SCERT ഫാക്ട്സ് ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2, 3 എന്നിവ ശരിയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോമി ജഹാംഗീർ ഭാവ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്, ശരിയാണ് കേട്ടോ. അതുപോലെ തന്നെ ആണവോർജ കമ്മീഷനൊക്കെ ആരുടെ നേതൃത്വത്തിലാണ് വരുന്നത്? ഹോമി ജഹാംഗീർ ഭാവയുടെ നേതൃത്വത്തിലാണ് വരുന്നത്. ഇനി 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി, ശരിയാണ്. ആദ്യത്തെ കൗൺസിൽ വരുന്നത് 1962 69 എന്ത് ചെയ്യുന്നത്? നമ്മുടെ ISRO നിലവിൽ വരുന്നത്. ഇത്
ISROയെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് കൗൺസിലിനെ പറ്റിയിട്ടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തിരിഞ്ഞു പോകരുത്, ഇത് രണ്ടും തമ്മിൽ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഉപഗ്രഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം അഹമ്മദാബാദാണ്. ശരിയാണ്. പ്രീവിയസ് ആയിട്ടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അടുത്ത നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം, SN ഭട്നാഗർ എന്നിവർ ആണവ രംഗത്ത് പരീക്ഷണങ്ങൾ നേതൃത്വം നൽകി. ഇവിടെ തെറ്റെന്ന് പറയുന്നത് SN ഭട്നാഗർ ആണ്. SN ഭട്നാഗർ അല്ല, APJ അബ്ദുൽ കലാമും അതുപോലെ തന്നെ രാജാ റാമണ്ണയും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആണവ രംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതാണ് ഇവിടെ തെറ്റിപ്പോയത് കേട്ടോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ശരിയല്ലാത്തത് ഏത്? പത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ ശരിയല്ലാത്തതാണോ ശരിയായതാണോ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. 3, 4 ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. എന്താണ്? ബംഗാളി എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. ബംഗാളി ആരുടേതാണ്? സുരേന്ദ്രനാഥ് ബാനർജിയുടേതാണ് ബംഗാളി എന്ന് പറയുന്ന പത്രം. അതുപോലെ തന്നെ ബോംബെ സമാചാർ എന്ന് പറയുന്ന ആരുടെയാണ്? ബോംബെ സമാചാർ എന്ന് പറയുന്ന ആരുടേതാണ്? ഫർദൂർജി ബ്രിസ്ബാന്റേതാണ് ബോംബെ സമാചാർ എന്ന് പറയുന്നത് കേട്ടോ. സുരേന്ദ്രനാഥ് ബാനർജിയാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ തെറ്റ്. ഷോം പ്രകാശ് ആരുടേതാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റേതാണ്. അതുപോലെ അൽ ഹിലാൽ എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ്. 23 അവാർഡ് 24 പ്രഖ്യാപിച്ചത്. അപ്പൊ ആരാണ് ജേതാവ്? ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്, PN ഗോപികൃഷ്ണൻ കേട്ടോ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോ റെയിൽവേ ആണ് കൊച്ചി മെട്രോ? കൊച്ചി എത്രാമത്തെ മെട്രോ റെയിൽവേ ആണ്? ആൻസർ ഈസ് ഓപ്ഷൻ C 8. അപ്പൊ 8ാമത്തെ മെട്രോ ആണ് ഇത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. ആദ്യത്തെ മെട്രോ ഏതായിരുന്നു? കൊൽക്കത്ത മെട്രോ ആണ് ആദ്യത്തെ ഇന്ത്യയിലെ മെട്രോ എന്ന് പറയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദി ഏത്? അപ്പൊ മാനസരോവറിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്, സിന്ധു. 11, മനാസ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. മനാസ് ദേശീയ ഉദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, ആസാം. 12, ബെഞ്ചൻ ഏത് നദിയുടെ പോഷക നദിയാണ്? ബെഞ്ചൻ. നമ്മുടെ SCRT തന്നിരിക്കുന്ന പോഷക നദികളെങ്കിലും മിനിമം പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആൻസർ വരുന്ന ഓപ്ഷൻ A ആണ്, നർമ്മദ. 13, ശൈത്യകാലം ആരംഭം മുതൽ വേനൽക്കാലത്തിന്റെ ആരംഭം വരെ ഇന്ത്യയിൽ നീണ്ടു നിൽക്കുന്ന കർഷക കാലം. ശൈത്യകാലത്തിൽ തുടങ്ങി അതുപോലെ തന്നെ വേനൽക്കാലത്തിന്റെ ആദ്യ കാലം വരെ ഉള്ള കർഷക കാലം ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്, റാബി. 14, ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതം ഏതാണ്? ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതം. ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, വിന്ധ്യ. തെറ്റിപ്പോകരുത്, വിന്ധ്യയാണ് കേട്ടോ. 15, താഴെ തന്നിരിക്കുന്നവയിൽ അടുക്ക് ശിലകൾക്ക് ഉദാഹരണം ഏതാണ്? അടുക്ക് ശില എന്നറിയപ്പെടുന്ന ശില ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് അവസാദ ശിലയാണ് കേട്ടോ. ഓപ്ഷൻ B ആണ് അടുക്ക് ശില എന്ന് അറിയപ്പെടുന്നത്, സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. 16, ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പ് ഖനി ഏതാണ്? അപ്പൊ ഇരുമ്പ് ഖനിയെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്, സിക്ഫം ആണ് ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പ് ഖനി എന്ന് പറയുന്നത്. മയൂർഭഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അതുപോലെ ഷിമോഗ എന്ന് പറയുന്നത് കർണാടകയിലും സേലം തമിഴ്നാട്ടിലുമാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 17, ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്ന ഇടത്തരം വിഭാഗത്തിൽപ്പെട്ട കൽക്കരി ഏത്? ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന ഇടത്തരം വിഭാഗത്തിൽപ്പെട്ട കൽക്കരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ B ആണ്, ബിറ്റുമിനസ്. നമ്മുടെ തമിഴ്നാട്ടിൽ കാണുന്നത് ഏതെന്ന് ചോദിക്കുമ്പോഴാണ് ലിഗ്നൈറ്റ് എഴുതേണ്ടത് കേട്ടോ. കൂടുതലായിട്ടും തമിഴ്നാട്ടിൽ കാണപ്പെടുന്നത് ലിഗ്നൈറ്റ് ഇനത്തിൽപ്പെട്ടതാണ്. ഇന്ത്യയിൽ മൊത്തത്തിലൊന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ബിറ്റുമിനസ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്, സുഭാഷ് ചന്ദ്ര ബോസ്. അപ്പൊ സുഭാഷ് ചന്ദ്ര ബോസിന്റെ വാക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 19,
ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? ദേശബന്ധു ആരെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ എ, CR ദാസ് ആണ് കേട്ടോ. അപ്പൊ ദീനബന്ധു എന്നറിയപ്പെടുന്നതാണ് CF ആൻഡ്രൂസ് എന്ന് പറയുന്നത്. ദേശബന്ധു CR ദാസ് ആണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. 20 സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന്? സമഗ്ര ശിക്ഷ അഭിയാൻ. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, 2018. 21 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കുക, അത് ഏത് വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഇപ്പൊ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകളായിരുന്നു എന്തൊക്കെ? അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക, അതുപോലെ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഇപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. 22 അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, VD സവർക്കർ. 23 പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1961. 24 ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1920 നാഗ്പൂർ. 25 താഴെ നൽകിയിട്ടുള്ള സംഭാവനകളിൽ തെറ്റേത്? തെറ്റായതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2-3 തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. മോറാഴ എവിടെ തന്നെയാണ്? കണ്ണൂർ തന്നെയാണ്. അതുപോലെ കീഴരിയൂർ ബോംബ് കേസ് നടന്നത് കോഴിക്കോടാണ്. ഇനി കയ്യൂർ സമരം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡാണ് കേട്ടോ നടന്നത്. ഇനി കരിവള്ളൂരാണെങ്കിലും കണ്ണൂരിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ കറക്റ്റായിട്ട് തന്നെ സ്ഥലങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. 26 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കാൻ ശുപാർശ ചെയ്തത് ഏത് കമ്മീഷനാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്വരൺ സിംഗ് കമ്മീഷൻ. സാപ്രു കമ്മീഷൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? DPSP ആയിട്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 27 ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന ഏത് കാലയളവിലാണ്? ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് കാലയളവിലാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 1951-52. 28 ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ആൻസർ ഈസ് ഓപ്ഷൻ എ, VP മേനോൻ. 29 ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയതെന്ന്? ബ്രിട്ടീഷ് പാർലമെന്റ് എന്നാണ് പാസ്സാക്കിയതെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി, 1947 ജൂലൈ. 30 എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷ. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, USA കേട്ടോ. 31 ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ബംഗാളി. 32 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1993 ഒക്ടോബർ 12. 33 ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 23 ഉൾപ്പെടാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബാലവേല നിരോധനം കേട്ടോ. ബാലവേല നിരോധനം 24 ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. മനുഷ്യക്കടത്ത് നിരോധനം, അതുപോലെ അടിമത്ത നിരോധനം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുന്നതിലുള്ള നിരോധനം, ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 23 പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക. 34 ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ പതാകയെ അംഗീകരിച്ചത്? ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, 1947 ജൂലൈ 22. 1950 ജനുവരി 24 ദേശീയ ഗാനവും ഗീതവുമാണ് അംഗീകരിച്ചത്. 1950 ജനുവരി 26 ദേശീയ മുദ്രയെ അംഗീകരിച്ചു. അതുപോലെ 1957 മാർച്ച് 22 ദേശീയ കലണ്ടർ, ശകവർഷ കലണ്ടറിനെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. കറക്റ്റായിട്ട് ഈ ഡേറ്റുകൾ പഠിച്ചു വെച്ചിരിക്കുക. 35 ഇവിടെ ഇല്ല കേട്ടോ. 2025 G20 വേദി ഏതാണ്?
G20യുടെ വേദി 2025 ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് സൗത്ത് ആഫ്രിക്ക. അപ്പൊ 24-ൽ നടന്നതാണ് ബ്രസീൽ എന്ന് പറയുന്നത്, 25-ൽ നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ. 26-ൽ USA ആണ് വേദി എന്ന് പറയുന്നത്. 36-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. ആൻസർ ഈസ് ഓപ്ഷൻ സി കേരളീയ സുഗുണ ബോധിനി. 37 വിവരാവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏത്? ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1, 2, 3 എല്ലാം ശരിയാണ് കേട്ടോ. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. 1997-ലാണ് പാസാക്കിയിരിക്കുന്നത്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്നാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് അരുണ റോയ് ആണ് കേട്ടോ. തിരിഞ്ഞു പോകരുത്, കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പാലാട്ട് മോഹൻദാസ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ആര്? വജാഹത്ത് ഹബീബുള്ള. കറക്റ്റ് ആയിട്ട് ആദ്യത്തെ ചെയർമാൻമാരെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. 38 അറബിക്കടൽ നദീവ്യൂഹത്തിൽ പെടാത്ത നദി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കബനി. 39 കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത്? കറക്റ്റായിട്ട് തന്നെ ഓപ്ഷൻസ് നോക്കുക കേട്ടോ. ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കോട്ടയം, പാലക്കാട്, അതുപോലെ തന്നെ ഇടുക്കി എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്തത്. അതുപോലെ പത്തനംതിട്ടയിലും കടൽ തീരമില്ല. പിന്നെ പറയുന്നത് വയനാട്ടിലും കടൽ തീരമില്ല. ഈ 5 ജില്ലകളിലാണ് കടൽ തീരമില്ലാത്തത് കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. തൃശ്ശൂരിലൊക്കെ കടൽ തീരമുണ്ട്, ഇവിടെ ആണെങ്കിൽ എറണാകുളത്തിന് കടൽ തീരമുണ്ട്, കാസർഗോഡിനൊക്കെ കടൽ തീരമുണ്ട്. അപ്പൊ അതുകൊണ്ടാക്കിയാണ് ബാക്കിയുള്ള ഓപ്ഷൻസുകൾ തെറ്റായി പോയത്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5 ആണ് കേട്ടോ. കോട്ടയം, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, വയനാട് എന്നിവിടങ്ങളിലാണ് കടൽ തീരമില്ലാത്തത്. 40 മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. മലബാറിലെ ആദ്യത്തെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കുറ്റ്യാടി. 1972-ൽ കോഴിക്കോടാണ് കുറ്റ്യാടി സ്ഥാപിതമാകുന്നത് കേട്ടോ. 41 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് എഴുതുക കേട്ടോ. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ചെങ്കൽ മണ്ണ്. ചാടിക്കയറി ചെമ്മണ്ണ് എഴുതരുത്, ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് സോയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. 42 പറമ്പിക്കുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സംസ്ഥാനം ഏത്? ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് പാലക്കാട്. ശരിയായി യോജിപ്പിക്കുക. 43-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് യോജിപ്പിക്കുക. സംഘടനകളും അതുപോലെ നവോത്ഥാന നായകരെയുമാണ് തന്നിരിക്കുന്നത്. 43-ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ആത്മവിദ്യാ സംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാര ഗുരുദേവന്റേതാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളുടേതാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടേതാണ്. കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ, തെറ്റിപ്പോകരുത്. 44 കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? രാജ്യസഭാ സീറ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 9. അപ്പോൾ ലോക്സഭാ സീറ്റുകൾ 20 എണ്ണമാണുള്ളത്. ലോക്സഭാ സംവരണ മണ്ഡലങ്ങളാണ് ഏതൊക്കെ? 2 എണ്ണം എന്ന് പറയുന്നത്. രാജ്യസഭാ സീറ്റുകൾ 9 എണ്ണമാണ് ഉള്ളത് കേട്ടോ. 45 കേരള സംസ്ഥാന റെയിൽവേ വകുപ്പ് മന്ത്രി ആര്? സംസ്ഥാന റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് വി അബ്ദുറഹ്മാൻ. അപ്പം ഏതിന്റെയൊക്കെയാണ്? സ്പോർട്സിൻ്റെതും അതുപോലെ തന്നെ റെയിൽവേയുടെ ഒക്കെ മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ ആണ്. കേരള മന്ത്രിമാരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഏത് വകുപ്പാണെന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ മണ്ഡലം ഏതാണെന്നുള്ളതും കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ. 46 1956-ൽ കേരളം രൂപീകരിക്കുമ്പോൾ നിലവിൽ വന്ന ജില്ലകളിൽ പെടാത്തത്. 56-ൽ വന്ന ജില്ലകളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എറണാകുളം. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കൊല്ലം, അതുപോലെ തന്നെ മലബാർ എന്നീ 5 ജില്ലകളാണ് 1956-ൽ കേരളം രൂപീകരിക്കുമ്പോൾ നിലവിൽ വന്നത് കേട്ടോ. 47 കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഈസ് ഓപ്ഷൻ ബി വടകര. 48 ഡച്ചുകാരെ പോർച്ചുഗീസുകാർ കേരളത്തിൽ നിന്നും തുരത്തിയതെന്ന്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 1663. 49 പഴശ്ശി കലാപവുമായി ശരിയായ പ്രസ്താവന ഏത്? പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ?
കറക്റ്റായിട്ട് ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബിയും സിയും. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുവാനുള്ള വാഗ്ദാനം ബ്രിട്ടീഷുകാർ നിറവേറ്റിയില്ല, അത് കലാപത്തിലേക്ക് നയിച്ചു. അതുപോലെ വയനാടിന്മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിച്ചു. ഇതാണ് മെയിൻലി കലാപത്തിലേക്ക് നയിക്കാനുള്ള 2 കാരണങ്ങൾ എന്ന് പറയുന്നത്. പഴശ്ശിരാജ വധിക്കപ്പെട്ടത് 1805 നവംബർ 30-നാണ് മരിക്കുന്നത് കേട്ടോ. അതുപോലെ കൊച്ചിയിലെ ശക്തമായ പോരാട്ടങ്ങളല്ല, മലബാറിലെ ശക്തമായ പോരാട്ടങ്ങൾക്കാണ് പഴശ്ശിരാജ നേതൃത്വം നൽകിയത്. കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. 50 വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം. ആൻസർ ഈസ് ഓപ്ഷൻ എ, ആലപ്പുഴ. 51 കേരളത്തിൽ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയതാര്? ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ എ, ബെഞ്ചമിൻ ബെയ്ലി. 52 ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ക്വസ്റ്റ്യൻ ഇത്രയും വലിച്ചു നീട്ടിയൊക്കെ നമുക്ക് എക്സാമിന് വരാറുണ്ട് കേട്ടോ. വെറുതെ നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നേതൃത്വത്തിലെന്ന് ചോദിച്ചാൽ മതി, പക്ഷേ ഇത്രയും നീണ്ട ഒരു ക്വസ്റ്റ്യനൊക്കെ വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചെടുത്തിട്ട് ഉത്തരം എഴുതുക. ആൻസർ വരുന്നത് 52 ഓപ്ഷൻ സി ആണ്, കെ കേളപ്പൻ. 53 കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്ന്. കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരമാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി, 1947 ഡിസംബർ 20-നാണ് നടക്കുന്നത് കേട്ടോ. 54 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ? മലബാർ ജില്ലാ കോൺഗ്രസിന്റേതാണ് ചോദ്യം. പ്രഥമ സമ്മേളനം എവിടെയാണ്? പാലക്കാടാണ് നടക്കുന്നത് കേട്ടോ. 1916-ലാണ് നടക്കുന്നത്. ആനി ബെസന്റ് ആയിരുന്നു അതിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത്. 55 ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്തതാണ് ചോദ്യം. ശരിയല്ലാത്ത പ്രസ്താവന സി ആണ് കേട്ടോ. ആദിഭാഷ, പ്രാചീന മലയാളം, നവമഞ്ചരി എന്നിവയാണ് പ്രധാന കൃതികൾ. അതിൽ നവമഞ്ചരി ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ആദിഭാഷയും അതുപോലെ പ്രാചീന മലയാളവും ഒക്കെ ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. ഇനി 1853 ഓഗസ്റ്റ് 25-നാണ് ജനനം. ശരിയാണ്. സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പന്മനയിലാണ് കേട്ടോ. അതുപോലെ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. 56 ആദ്യമായി പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, കേരള. 57 രാജ്യത്തെ ആദ്യ നൈറ്റ് സഫാരി വരുന്നത്. രാജ്യത്തെ ആദ്യ നൈറ്റ് സഫാരി വരുന്നത് എവിടെയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, ലക്നൗ. ലക്നൌവിലാണ് കേട്ടോ ആദ്യത്തെ നൈറ്റ് സഫാരി വരുന്നത്. 58 രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല. കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, വയനാട്. 59 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ന്യൂസിലാൻഡ്. 60ാമത്തെ ക്വസ്റ്റ്യൻ സ്കൂൾ കുട്ടികളുടെ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. സ്കൂൾ കുട്ടികളുടേതാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ്, നേർവഴി. അപ്പോൾ 60 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.